ഹായ് ഗൈസ്, ഐ എം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബസൂക്ക കലങ്ങിയില്ല, എനിക്ക് അങ്ങോട്ട് കലങ്ങിയതേ ഇല്ല. ഞാൻ സിനിമ കാണാനായിട്ട് ഇന്നലെ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഇന്ന് രാവിലെ 9 മണിക്ക്. പക്ഷെ ഞാൻ ഉറക്കം എഴുന്നേറ്റപ്പോൾ 9:33 കാണാൻ പറ്റിയില്ല. അങ്ങനെ 10:30 ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഓടി തിയേറ്ററിൽ ചെന്നപ്പോൾ തിയേറ്ററിൽ പറയണേ ഇന്നിവിടെ ഷോ ഇല്ല, ക്യാൻസൽ ചെയ്തെന്ന്. അവിടുന്ന് ഓടി 11 മണിക്ക് അടുത്ത ഷോയ്ക്ക് എന്ന്. ഇത്രയും ഓട്ടോ ഓടി ഇത്രയും പെട്രോൾ അടിച്ചതും ഇത്രയും പൈസ ചെലവാക്കിയതിന് ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഈ സിനിമ മമ്മൂട്ടിയുടെ ഒരു സെലക്ഷൻ ഓഫ് മൂവിയും ആ ക്യാരക്ടറുകളൊക്കെ ഒരു സ്പോയിലർ ആവുന്നതിന് മുമ്പ് ആദ്യം അറിയണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ആഗ്രഹം കൊണ്ടാണ്. അങ്ങനെ ഓടിപ്പിടച്ചാണ് ഞാൻ ഈ സിനിമ പോയി കണ്ടത്. ഒട്ടും സമയമില്ലാതെ ഓടി നടന്ന ഈ സിനിമ കണ്ടത്. അപ്പൊ കാണുമ്പോൾ ഉള്ള ഏക ചിന്തയെന്ന് വെച്ചാൽ ഈ സ്പോയിലർ ആവാതെ കാണണം. പിന്നെ ഇതുപോലൊരു പൈസ ചെലവാക്കുമ്പോഴും ഒരു ബസൂക്ക ഒരു നല്ല സിനിമ സെറ്റപ്പ് ആയിരിക്കും അത്രയുള്ള വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ അവിടെ പോയിരുന്ന് കണ്ടത്. പക്ഷെ നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ അങ്ങനെ പറയാൻ സാധിക്കും. ഇതിനകത്ത് പറയാം നല്ല കാര്യങ്ങൾ പറയാം. സിനിമയുടെ തുടക്കം മമ്മൂക്കയെ കാണിക്കുമ്പോഴത്തേക്കിന് അതിന്റെ മമ്മൂക്കയുടെ ഒരു ഇൻട്രോ ഉണ്ട്, തളപതി അങ്ങനെ കാണിക്കുമല്ലോ ഒരു വിജയുടെ, ഇങ്ങനെ പല പല ക്യാരക്ടറൊക്കെ മാറി വരുന്നത് അങ്ങനെയുള്ളൊരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. ഇനിയും വരുന്ന സിനിമകളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. രണ്ട് മമ്മൂക്കയുടെ സ്റ്റൈലൊന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്റ്റൈൽ മീൻസ് പുള്ളിക്കാരൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ ഭയങ്കര പക്ക. എനിക്കൊന്ന് 2015 ശേഷമാണെന്ന് തോന്നുന്നു പുള്ളി ജനിച്ചത്. അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളാണ് ഈ സിനിമയ്ക്കകത്ത് കാണാൻ സാധിക്കുന്നത്. പിന്നെ മൂന്നെന്ന് പറയുമ്പോൾ ഈ സിനിമയുടെ ബി ജി എം ഒക്കെ നല്ല നല്ല അന്യായ ബി ജി എം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ആ സിനിമ കൊള്ളത്തില്ലെങ്കിൽ ബി ജി എം ഒക്കെ ഇഷ്ടപ്പെടും, അത് ഉറപ്പാണ്. എനിക്ക് ആ ബി ജി എം ഒക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല നല്ല മ്യൂസിക് സെൻസ് ഒക്കെ ഉണ്ട്. അത് ക്രിയേറ്റ് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ മ്യൂസിക് ഒക്കെ ഇടുന്നുണ്ട്. ഡം 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 എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുന്ന് ഒക്കെ ഒന്ന് അടിക്കുന്നുണ്ട്. പക്ഷെ സ്ക്രീനിൽ അത്ര അടിയൊന്നും ഇല്ല, അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. പിന്നെ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ലോ മൂഡിൽ ഇങ്ങനെ ഒഴുകി അവസാനം കൊണ്ടുപോയി വലിയൊരു സസ്പെൻസിൽ അങ്ങോട്ട് പൊളിക്കും. ഈ സസ്പെൻസ് ഇങ്ങനെ ഓടി ആടി ഒലഞ്ഞൊക്കെ ഇങ്ങനെ പോയപ്പോഴത്തേന് ഏകദേശം നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ സസ്പെൻസ് നമുക്കല്ല എനിക്ക് ഈ സസ്പെൻസ് ഏകദേശം ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ വന്ന് നിൽക്കാൻ പോകുന്നുള്ളൊരു കാര്യത്തെ. എന്തായാലും അങ്ങനെ തന്നെ വന്ന് നിൽക്കുകയും ചെയ്തത്. ബസൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യുവതലമുറകൾക്കിടയിൽ ഗെയിമേഴ്സ് ഏറ്റവും കൂടുതൽ ഗെയിമാണല്ലോ നമുക്ക് ഇവിടെ പിള്ളേർ കൂടുതലും കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ടോപ്പിൽ ഒന്നാം നമ്പർ നിൽക്കുന്ന ഗെയിമറാണ്. ആ ഗെയിമർക്ക് മാനസികമായിട്ട് ചെറിയൊരു വിഷമം, അതായത് അദ്ദേഹത്തിന്റെ ചെറിയൊരു കർച്ചീഫ് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ എന്തിനാണ് എടുത്തുകൊണ്ട് പോയെന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കാനായിട്ട് വരുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് മമ്മൂക്കയെ ഈ ഒരു സിനിമയിൽ അല്ലെങ്കിൽ ബസൂക്കയെ ഈ ഒരു സിനിമയിൽ കാണാൻ സാധിച്ചത്. പിന്നെ മമ്മൂക്കയുടെ അഭിനയത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വേറിട്ട ക്യാരക്ടറുകൾ ചെയ്യുന്ന ഒരു വ്യക്തി ഈ സിനിമയിൽ വന്നിട്ട് ഇതിൽ ബസൂക്കയായിട്ട് കൺവേർട്ട് ആയതിനു ശേഷം കാണിക്കുന്ന ചില എക്സ്പ്രഷൻസും അല്ലെങ്കിൽ ചില അഭിനയ രീതികളൊക്കെ മറ്റ് പല കോമാളി സിനിമകളായിട്ടും അല്ലെങ്കിൽ പൊളിഞ്ഞു പോയിട്ടുള്ള സിനിമകളൊക്കെ ആയിട്ട് എനിക്ക് നല്ല രീതിയിൽ ഒരു സാമ്യം ഫീൽ ചെയ്ത് ചില സിറ്റുവേഷൻസിലൊക്കെ. ഓക്കെ, എന്നിരുന്നാലും മമ്മൂക്ക അത് രണ്ട് രീതിയിൽ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ രണ്ട് രീതി എങ്ങനെങ്കിലും തുല്യമായിട്ട് തന്നെ കൊണ്ടുപോകാനൊക്കെ പലയിടത്തും ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സൈഡൊക്കെ ഏകദേശം അദ്ദേഹം ക്ലിയർ ആയിട്ട് കൊണ്ടുപോയി. പിന്നെ ഈ കഥയെ സംബന്ധിച്ചാണ് എനിക്ക് ഇത്ര വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കഥയായിട്ട് തോന്നിയത്. കാരണം അത് നമ്മുടെ ഈ രാജ്യത്തും നമ്മുടെ ഈ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് കൊച്ചിയിൽ നടക്കുന്നൊരു കഥ. അതും മുട്ടൻ സംഭവങ്ങള്. സ്റ്റേഡിയത്തിൽ കള്ളന്മാർ വരുന്നു, ലൈറ്റ് ഫുൾ ഓഫ് ചെയ്യുന്നു, അകത്ത് കയറുന്നു, IPL വരെ അവിടെ IFL ട്രോഫി എടുത്തോണ്ട് പോന്നു. അതും ആരും അറിയത്തില്ല, അവിടെ ഒരു മനുഷ്യനറിയത്തില്ല ആരാ കൊണ്ട്. CC ക്യാമറ നോക്കിയാൽ അറിയാൻ പറ്റും, കാരണം ഫുള്ള് ഇരുട്ട്. അങ്ങനെ IPL കപ്പ് 40 മിനിറ്റ് 45 മിനിറ്റാണ് അവിടെ പവർ കട്ട് ഉണ്ടായിരുന്നു IPL നടക്കുന്ന ഒരു സ്റ്റേഡിയത്തിൽ. അങ്ങനെ അതങ്ങ് എടുത്തോണ്ട് പോകുന്നു. പിന്നെ ഒരു എക്സിബിഷൻ ഹാളിൽ വന്നിട്ട് നാഗമാണിക്ക് എടുത്തോണ്ട് പോകുന്നു. എല്ലാ ആൾക്കൂട്ടത്തിലുള്ള പരിപാടിയുള്ളൂ. മിക്കവാറും തൃശ്ശൂർ പൂരത്തിന്റെ അവിടെ വന്നിട്ട് ആനയുടെ പിടുങ്ങാമണി പറിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും, നീണ്ടുപോയായിരുന്നെങ്കിൽ ചിലപ്പോൾ വരുന്നത്. അങ്ങനെ ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്തായിരിക്കും ഇതുപോലുള്ള പരിപാടികളൊക്കെ നടക്കുന്നത്. അത്രയും ഒറിജിനലായിട്ടാണ് കാണിക്കുന്നത്, അത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവം. ഈ 4 പോലീസുകാരുണ്ട്. ഈ 4 പോലീസുകാർ പക്കയാന്ന് വെച്ചാൽ കൊച്ചി നഗരം ഒന്ന് വെളുപ്പിച്ച് അവിടെയുള്ള എല്ലാ ഗുണ്ടകളെയും സ്പോട്ടിൽ വെടിവെച്ചും കൊല്ലും. എല്ലാം വെടിവെച്ച് തമിഴിൽ നിന്ന് ഗൗതം മേനോനെ കൊണ്ടുവന്നപ്പോഴും എനിക്കറിയാം ഇവിടെ വെടിവെപ്പായിരിക്കുന്നു. അങ്ങനെ എല്ലാവരും വെടിവെച്ചൊക്കെ കൊന്നിട്ട് ഇവർ സിറ്റി ക്ലീൻ ആയിട്ടിരിക്കുമ്പോഴാണ് മമ്മൂക്കയുടെ എൻട്രി വരുന്നത്. കാരണം മമ്മൂക്ക പിന്നെ ഇവരായിട്ടങ്ങ് കറക്കുക. അതായത് മമ്മൂക്ക ഗെയിം ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളായണ്ടേ മമ്മൂക്ക ഇവരെ വെച്ച് ഗെയിം കളിക്കുന്നു. അങ്ങനെ മമ്മൂക്ക ഇവരെ വെച്ച് ഗെയിം കളിക്കുന്നു. പിന്നെ നമ്മുടെ ഹക്കീം ഷായെ വെച്ച് ഗെയിം കളിക്കുന്നു. ഹക്കീം ഷായെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഈ സിനിമയിൽ പുള്ളി ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രീതിയിലായിരുന്നു, നല്ല അഭിനയം നല്ലതായിരുന്നു. പിന്നെ നമുക്ക് വാഴ സിനിമയിലെ മറ്റേ വണ്ണമുള്ള വ്യക്തി ഉണ്ടല്ലോ, മറ്റേ രോമാഞ്ചത്തിനകത്തൊക്കെ ഉള്ള സെറ്റ് അദ്ദേഹം ആ പയ്യന് ഇതേ കണക്ക് തന്നെ നല്ല കോമഡിയൊക്കെ നല്ല രീതിയിൽ ബ്രോയുടെ വർക്കൗട്ട് ആവുന്നുണ്ട്. ആ ഒരു സീരിയസ് മൂവിയായിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ള പല സ്ഥലത്തും നിങ്ങളെ കോമഡി നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്, അത് നല്ലതായിരുന്നു. അതുപോലെ തന്നെ മറ്റേ കൂടെ മീനാക്ഷി എന്നാണ് തോന്നുന്നു ആ പെണ്ണിന്റെ പേര്. മീനാക്ഷിയും ഒരു പെയർ, അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു പെയർ, അവരുടെ ഒരു കെമിസ്ട്രി നല്ലതായിരുന്നു. അതായത് ഈ ഹ്യൂമർ വർക്കൗട്ട് ചെയ്യുന്നതിനകത്തുള്ള കെമിസ്ട്രി ഒക്കെ അവരുടെ നല്ലതായിരുന്നു. ബാക്കി പിന്നെ എനിക്ക് സ്ത്രീകളെ അതിനകത്ത് കാണാൻ സാധിച്ചെന്ന് വെച്ചാൽ ലുക്ക് വൈസാ
ലുക്ക് വൈസ് സ്ത്രീകളൊക്കെ നല്ല സൂപ്പറാ കേട്ടോ, സൂപ്പറാ, എല്ലാം ലുക്ക് വൈസ് സൂപ്പറാ. പക്ഷെ അത് എത്രത്തോളം പ്രാക്ടിക്കലാന്ന് എനിക്ക് മനസ്സിലായി. ലുക്ക് വൈസ് കാരണം ഈ സിനിമ എന്ന് വെച്ചാൽ കളർഫുൾ ഐറ്റമാ. ഇതിനകത്ത് ഈ മമ്മൂട്ടിയുടെ സ്റ്റൈല്, ആക്ഷന്, അതായത് സ്വാഗ്, അങ്ങനെ പിന്നെ ഈ കാണിക്കുന്നതിന്റെ പശ്ചാത്തലം കാര്യങ്ങളൊക്കെ ഇച്ചിരി സ്റ്റൈലിഷ്. അപ്പൊ അതിനകത്ത് കാണിക്കുന്ന പെണ്ണുങ്ങൾ ഇച്ചിരി സ്റ്റൈലിഷ് ആയിട്ടിരിക്കണമല്ലോ, അങ്ങനെ ഒരു സംഭവം. പിന്നെ ഞാൻ കുറേ സിനിമയിൽ മമ്മൂക്കയുടെ നോട്ട് ചെയ്യുന്നൊരു സാധനമാണ്, മമ്മൂക്ക ഇപ്പൊ കുറേ സിനിമകളിൽ ഏത് യാത്ര ചെയ്താലും വിന്റേജ് വണ്ടിയാ. മമ്മൂക്കയുടെ അതേ പ്രായമുള്ള വണ്ടിയിലായിരിക്കും മമ്മൂട്ടി വന്ന് ഇറങ്ങുന്നത്. അത് കണ്ട് കണ്ട് ഭയങ്കര അരോചകമായി. ഇപ്പോഴും ഉണ്ട്. ഇവിടെ നിരോധിച്ച ഷവർലയുടെ വണ്ടിയൊക്കെ ഇതിനകത്തും ഉണ്ട്. പിന്നെ 1947 മറ്റേ മെഴുകുതിരി കത്തിച്ച് ലൈറ്റിനകത്ത് വയ്ക്കുന്ന റോയൽ എൻഫീൽഡ് ഉണ്ടല്ലോ, ആ സാധനം വരെയൊക്കെ മമ്മൂക്കി ഈ സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ കഥ വൈസ് ഞാൻ പറഞ്ഞില്ലേ, കഥ വൈസ് ഇങ്ങനെ സ്ലോയിൽ ഇങ്ങനെ ഓടിപ്പോകുന്ന ഒരു ക്ലാസിക് ആണോ നമ്മളിങ്ങനെ തോന്നിക്കും. പക്ഷെ ക്ലാസിക് അല്ല. ഇങ്ങനെ ഒഴുകി 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 വന്നിട്ട് ഈ സിനിമയുടെ അവസാനം കൊണ്ടുവന്നിട്ട് കള്ളന്മാരെ എപ്പോഴും വിജയിക്കും. കാരണം കള്ളൻ്റെ അറ്റത്താണല്ലോ മമ്മൂക്ക നിൽക്കുന്നത്, അതുകൊണ്ട് മമ്മൂക്ക വിജയിക്കും. ഞാൻ കണ്ട അത്രയും ദുബായി ഒന്നും ഈ നാട്ടിൽ ഒരു പോലീസുകാരും കണ്ടു കാണത്തില്ല. അങ്ങനെ കുറച്ച് ആളെ പൊക്കി അടിക്കുന്ന ഡയലോഗുകളുണ്ടല്ലോ, അങ്ങനെ കുറച്ച് ഡയലോഗുകളൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു ക്ലൈമാക്സ് എനിക്ക് ഒരിക്കലും സംതൃപ്തി തന്നില്ല. കാരണം അത്രയും വലിയ മോഷണവും സംഭവങ്ങളൊക്കെ നടത്തി അങ്ങോട്ട് വന്നിട്ട് അവരത്രയും വിജയിച്ച് മുന്നോട്ട് പോകുന്നു. അതിനൊരു ടൈലന്റ് ഇല്ല, എൻഡിലും അവസാനിക്കുന്നില്ല. എല്ലാവരും കൂടെ ഫ്ലൈറ്റിലിരുന്ന്, പോലീസും കള്ളനും എല്ലാവരും കൂടെ ഫ്ലൈറ്റിലിരുന്ന് ഇങ്ങനെ നോക്കുന്നു, അവസാനിക്കുന്നു. ഇത് നല്ല ക്ലൈമാക്സ് ആയിരുന്നു. ബാച്ചിലർ പാർട്ടിൽ ഒന്നുമില്ലല്ലോ, അവസാനം എല്ലാവരും കൂടെ വെടിവെച്ച് അങ്ങ് ചാവുമായിരുന്നു. അങ്ങനെങ്കിലും കൊണ്ട് അവസാനിപ്പിച്ചായിരുന്നെങ്കിൽ എനിക്ക് ഇച്ചിരി അത്ഭുതമായിട്ട് തോന്നിയായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സാറ്റിസ്ഫൈ ആയിട്ടുള്ള ക്ലൈമാക്സോ അല്ലെങ്കിൽ ട്വിസ്റ്റ് എന്ന് പറയുന്നത് എനിക്കത് അത്ര വലിയ ട്വിസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ആ ട്വിസ്റ്റിന് ശേഷം മമ്മൂട്ടി ക്യാരക്ടർ മാറുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ നിന്നും ബസൂക്കയിലേക്ക് ഇങ്ങനെ ഒരു മാറുന്ന അദ്ദേഹത്തിന്റെ ഒരു എക്സ്പ്രഷനും ഒരു സ്വാഗൊക്കെ ഉണ്ട്. ആ സംഭവങ്ങളൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് തിയേറ്ററിൽ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ കണ്ട തിയേറ്ററിൽ പൊതുവെ കയ്യടി തീരെ കുറവായിരുന്നു. തീരെ കുറവായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഷൈൻ ടോം ചാക്ക എന്തോത്തിനാണ് കൊണ്ടുവന്നത്. ഷൈൻ ടോം ചാക്കയുടെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. അവിടെ ഏതെങ്കിലും മറ്റേ നമ്മുടെ മെൻസ് വെയറിൽ നിന്നൊരു പ്രതിമയെ കൊണ്ടുവച്ചാലും മതിയായിരുന്നു. പാവപ്പെട്ട പയ്യന്റെ പടവും അതിനകത്തെടുത്ത് വെച്ചിട്ട് അതിനകത്തങ്ങ് ഞാൻ ആളെ കണ്ടൊന്നുമില്ല. അയാളാണ് ഇഷ്ടം പോലെ സിനിമ ഓടി നടന്ന് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ എന്തോ പോകുന്ന വഴിക്കാണ്ട് കയറിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് കുഴപ്പമില്ല. ചിലപ്പോൾ അടുത്ത ഇവർ ദുബായ് കഥ അവതരിപ്പിക്കുമ്പോഴത്തേന് ചിലപ്പോൾ അതിനൊക്കെ വേണ്ടി കാസ്റ്റ് ചെയ്ത് ഇവിടെ നേരത്തെ ഒരുക്കി നിർത്തിയതാണെന്ന് എനിക്ക് അവസാനം ഈ സിനിമ കണ്ടിറങ്ങിയപ്പോഴത്തേക്കിനെ തോന്നിയതേ. അപ്പൊ അങ്ങനെ ഒരുപാട് ക്യാരക്ടറുകളൊന്നും ഇല്ല, കുറച്ച് ക്യാരക്ടറുകളും ഒരു ബസ്സിനകത്ത് കാര്യം നോക്കുകയാണെങ്കിൽ ബസ്സിനകത്ത് വെച്ചൊരു അടി നടക്കുന്നുണ്ട്. അത് എന്തൊക്കെയാ നാടകങ്ങളാണോ നടക്കുന്നത്. ബസ്സിന്റെ വെളിയിൽ 4 പേര് വരുന്നു, ഒരു പെണ്ണ് വന്ന് കാറ് പോകുന്നു, പെണ്ണിന്റെ ഫ്രണ്ടിൽ ബൈക്ക് പിള്ളേർ വന്ന് ഫ്രണ്ട് വെക്കുന്നു, ബാക്ക് വെക്കുന്നു, പെങ്കൊച്ച ചവിട്ടി പോയി ഇടിക്കുന്നു. ഉടനെ മമ്മൂട്ടിയോടൊന്ന് ബസ് നിർത്തുന്നു, ഇറങ്ങുന്നു, ഓടുന്നമാരെ എല്ലാം ഇടിച്ചിട്ട് തിരിച്ച് ബസ്സിനകത്ത് കയറി പോകുന്നു. അണ്ണാ എന്താണ് ഇത്? കൊച്ചിയിൽ നിന്ന് എറണാകുളം വരെ അല്ല, കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർ പോകുന്ന വണ്ടിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, റോഡിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കൊന്ന് ഈ ഫാൻസിനെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഇന്ന് കയ്യടികൾ, കരഘോഷങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും തോന്നി ഈ സംഭവങ്ങളെ ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് കയ്യടിയൊന്നും തോന്നിയില്ല. പക്ഷെ ഇതിനകത്ത് ഞാൻ പറയാം, ഷൈൻ ടോം ചാക്കയെക്കാട്ടിലും കൂടുതൽ സ്ക്രീൻ പ്രസൻസ് കിട്ടി ഏക വ്യക്തി ആരാന്നറിയോ? ആറാട്ടണ്ണൻ, സന്തോഷ് വർക്കിയുടെ ഇൻട്രോ ഉണ്ടല്ലോ, മമ്മൂക്കിക്ക് പോലും കാണത്തില്ല ഇത്ര നല്ലൊരു ഇൻട്രോ. നല്ല സീരിയസ് മൂഡിലൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആ ഗണ്ണൊക്കെ എടുത്ത് ഗൗതമേനനും നമ്മുടെ KPC ടീച്ചറെ മോനും എല്ലാം കൂടെ അങ്ങോട്ടും അങ്ങ് ദൂരെ ഒരുത്ത സ്കോപ്പ് ആയിട്ടിരിക്കും, 8ന്റെ സ്കോപ്പ് ഇട്ടുകൊണ്ട് ദൂരെ ഇരിക്കും മറ്റേ ഇതുമായിട്ട് എല്ലാം ഇങ്ങനെ നോക്കിയപ്പോൾ ഹെൽമെറ്റ് വരുമ്പോഴത്തേന് സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോഴേ എല്ലാവരും തോക്കൊക്കെ താഴെ എടുത്ത് വെക്കുന്നത്. അയ്യോ അങ്ങനെ ഇപ്പൊ നടക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒന്നും നടന്നില്ല. ആ ഒരു രീതിയിലേക്ക് കൊണ്ടങ്ങ് കഥ അവസാനിപ്പിക്കുകയും ചെയ്തു. എന്നാലും കൊള്ളാം, നല്ല സിനിമ. അപ്പം നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ, അത്രേ ഉള്ളൂ. എനിക്കിത് ഇത്ര വർക്കായില്ല. ഞാൻ ഒരുവിധം എനിക്ക് അത്യാവശ്യം ഒരു 80% ഒരു സിനിമ ഇഷ്ടപ്പെടുവാണെങ്കിൽ അതിന് ഞാൻ ഒരു 15% കൂട്ടി പറഞ്ഞിട്ടേ വിടത്തുള്ളായിരുന്നു. പക്ഷെ ഇതെനിക്ക് ഞാൻ അങ്ങനെ ഒരു നോർമലി ഇരുന്ന് കാണുന്ന കണക്ക് തന്നെ കണ്ടു, അനോർമലി തന്നെ അവസാനിപ്പിച്ചു. എനിക്ക് അങ്ങനെയുള്ള ഒരു എക്സ്പ്രഷൻ ഇടാനും എനിക്ക് പ്രത്യേകിച്ച് ഒരു സീനൊന്നും തോന്നിയില്ല. ഇച്ചിരി ഇട്ടങ്ങ് ഓട്ടിച്ച് ഇങ്ങനെ